നമസ്കാരം പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് അഷ്കർ എന്നാണ്. അഷ്കർ ഉളിക്കൽ എന്ന യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരാളാണ്. പ്രോമിസ് ബിസിനസ് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ ഫൗണ്ടർമാരിൽ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ തന്നെ ഒരു പ്രൊജക്റ്റാണ് ഈ ലോകം ജനസേവാ കേന്ദ്രം എന്ന്. പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ജനസേവാ കേന്ദ്രം കമ്പനികൾ കേരളത്തിലുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന ഒരു ജനസേവാ കേന്ദ്രം കമ്പനിയാണ് ഈ ലോകം ജനസേവാ കേന്ദ്രം എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓൾ കേരള 152 ഫ്രാഞ്ചൈസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിനകത്ത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഓരോ ഫ്രാഞ്ചൈസികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ട്രിക്ട് വൈസ് തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ കമ്പനി എന്നും എങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ പോർട്ടൽ എന്നും ഞങ്ങളുടെ കമ്പനിക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ജനസേവാ കേന്ദ്രം എന്ന ലേബലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില കമ്പനികൾ തട്ടിക്കൂട്ടി പ്രവർത്തിപ്പിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന കമ്പനികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ആശയവുമായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് തന്നെ പോവാം. അപ്പം ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് www.elogamjanaseva.in എന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി അപ്രൂവൽ ആയി കഴിയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അതിനവിടെ ലോഗിൻ ബട്ടൺ ഉണ്ട്. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജന്റിന്റെ ഡാഷ്ബോർഡിലേക്ക് അല്ലെങ്കിൽ ഏജന്റിന്റെ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. നിങ്ങളുടെ ഏജന്റിന്റെ പോർട്ടലിന്റെ യൂസർ ഇന്റർഫേസ് ആണ് ആദ്യം തന്നെ. ലോഗിൻ സ്ക്രീൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ഒരു ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡാഷ്ബോർഡാണ്. മറ്റുള്ള കമ്പനിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ്, ഒരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത അത്രയും സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഓരോ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ടോട്ടൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് 615 സർവീസുകൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഞങ്ങളിവിടെ 615 സർവീസുകളാണ് ഞങ്ങളുടെ സർവീസ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ സർവീസ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ നമുക്ക് ഡാഷ്ബോർഡ് സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 312 അപേക്ഷ ഫോമുകൾ, 208 വീഡിയോസുകൾ, 44 സ്റ്റാറ്റസുകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസുകളാണ്. എക്സ്പയർ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ആയി പോകും. അതുകൊണ്ടാണ് എണ്ണം കുറവ് കാണിക്കുന്നത്. ഇത് ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് സ്റ്റാറ്റസ് എന്നുള്ള സെക്ഷൻ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ ചുരുങ്ങിയ സ്റ്റാറ്റസുകളൊക്കെ ഉള്ളൂ. പക്ഷെ അത് ഡെയിലി ഒരു 5ഉം 6ഉം വെച്ച് ഇങ്ങനെ പുതുതായിട്ട് അപ്ഡേറ്റ്, പുതിയ സർവീസുകളൊക്കെ വരുന്ന സമയത്ത്, പുതിയ സ്കീമുകളൊക്കെ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന സെക്ഷനാണ്. അതുപോലെ തന്നെ വീഡിയോ സെക്ഷൻ ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 208 ആണ് ഉള്ളതെങ്കിലും ഒരു പക്ഷെ നിങ്ങളുടെ ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് 208 ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അത് 300 ആവാം, 400 ആവാം. കാരണം അതും ഡെയിലി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അതുപോലെ ഫോം സെക്ഷനും സർവീസ് സെക്ഷനും ഞങ്ങൾക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന നമ്പർ ഫിക്സ്ഡ് അല്ല, എല്ലാ സമയത്തും മാറിക്കൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കുന്ന തരത്തിലുള്ള നമ്പറാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബാക്കി ഓപ്ഷൻസുകൾ നോക്കാം. ഇവിടെ ഒരു സെർച്ച് ബാർ കൊടുത്തിട്ടുണ്ട്. സെർച്ച് ബാർ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു സർവീസ് വന്നു കഴിഞ്ഞാൽ ആ സർവീസ് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു സർവീസിലേക്ക് എത്താനുള്ള ഒരു സെർച്ച് ബാറാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഓരോ ബട്ടണുകൾ ഇവിടെ പരിചയപ്പെടാം. ഇവിടെയായിട്ട് ഞങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലെഡ്ജർ പോലെ അല്ലെങ്കിൽ സെയിൽ റിപ്പോർട്ട് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു കസ്റ്റമർ വന്നു, നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രിന്റ് ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്നുള്ളത് നോട്ടിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. സോ അതിന് പകരം ഡിജിറ്റൽ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമറുടെ പേര്, സർവീസ് നെയിം, മൊബൈൽ നമ്പർ, സർവീസ് ചാർജ്, ഡേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അന്നത്തെ ഡേറ്റ് തന്നെ ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ കസ്റ്റമറുടെ പേര് ഞാൻ എൻ്റർ ചെയ്യുന്നു, സർവീസ് നെയിം, ഉദാഹരണത്തിന് ഒരു സർവീസ് നെയിം ഇവിടെ
എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്ത് സർവീസ് ആണോ ആ ഒരു കസ്റ്റമർക്ക് ഓഫർ ചെയ്തത് ആ കസ്റ്റമറുടെ സർവീസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ എത്ര രൂപയാണ് സർവീസ് ചാർജ് ആയിട്ട് വാങ്ങിയിരിക്കുന്നത്, നിങ്ങളുടെ ലാഭമായിട്ട് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്, അത് ഇവിടെ എൻ്റർ ചെയ്ത് സേവ് സെയിൽ കൊടുത്തു കഴിയുമ്പോൾ ആ റിപ്പോർട്ട് സെയിൽ ഇവിടെ സേവ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ലെഡ്ജർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ നമ്മൾ അവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന റിപ്പോർട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് ഇവിടെ ഡേറ്റ് വൈസ് ഷെയർ ചെയ്യാനുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എത്രയൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് പ്രിന്റ് റിപ്പോർട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഒരു മാസത്തത് അല്ലെങ്കിൽ ഒരു ദിവസത്തത് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം സ്റ്റാഫിന് സാലറി കൊടുത്തു, 6000 രൂപ സാലറി കൊടുത്തു എന്ന് വിചാരിക്കുക. സേവ് എക്സ്പെൻസ് കൊടുത്തു കഴിയുമ്പോൾ ആ എക്സ്പെൻസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ വലതു ഭാഗത്ത് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നിങ്ങൾ ഓൾറെഡി 6000 രൂപയാണ് നിങ്ങളുടെ എക്സ്പെൻസ് എന്നുള്ളത്. നമുക്ക് ഈ മാസം വന്നിരിക്കുന്ന ഇൻകം എന്നുള്ളത് 440 രൂപയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ നഷ്ടമായിട്ടുണ്ട്. സോ നമ്മളത് ഓരോ തവണ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴും കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ വ്യൂ എക്സ്പെൻസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ എക്സ്പെൻസ് മാത്രമായിട്ട് പ്രിന്റ് എടുക്കാനും സൗകര്യം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ലെഡ്ജർ ബട്ടൺ അല്ലെങ്കിൽ സെയിൽ എൻട്രി ബട്ടന്റെ ഫംഗ്ഷൻ എന്നുള്ളത്. അടുത്തതായിട്ട് ഒരു കൺവേർട്ടർ ഐക്കൺ ആണ്. അതായത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു ജനസേവാ കേന്ദ്രം നടത്തുന്ന സമയത്ത് ഒരാളുകളുടെ ലാൻഡ് ടാക്സിനകത്ത് ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ടാവും, അവരുടെ ലാൻഡിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കസ്റ്റമർ നിങ്ങളോട് എത്ര സെന്റ് ആണ് എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹെക്ടർ ടു സെന്റ്, സെന്റ് ടു ഹെക്ടർ, അതുപോലെ തന്നെ സ്ക്വയർ മീറ്റർ ടു സ്ക്വയർ ഫീറ്റ്, സ്ക്വയർ ഫീറ്റ് ടു സ്ക്വയർ മീറ്റേഴ്സ് എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് ഒരു കാൽക്കുലേറ്റർ ഐക്കൺ. അത് സർവീസ് ചാർജ് ആണ്. സർവീസ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സർവീസ് ആണോ ചെയ്തിരിക്കുന്നത് ആ സർവീസിന്റെ സർവീസ് ചാർജ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കി കസ്റ്റമറുടെ കയ്യിൽ നിന്നും ആ ഒരു സർവീസ് ചാർജ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള ഒരു പ്രിന്റ് ബട്ടൺ ആണ്. നിങ്ങളൊരു സർവീസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇൻകം സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു എന്ന് കരുതുക. ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഈ സെൻട്രൽ കോഡ് കോൺടാക്ട് നിങ്ങൾ ഒരു തവണ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ടൈം അത് വരും. അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ പ്രിന്റ് റെസിപ്റ്റ് ഉണ്ടാവും. പ്രിന്റ് റെസിപ്റ്റ് കൊടുത്തതിന് നിങ്ങൾക്ക് നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രിന്റ് കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് ഉള്ള ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു സൗകര്യങ്ങളും മറ്റൊരു കമ്പനിയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി അടുത്തതായിട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് ലോഗിൻ ഐഡികൾ, അതായത് ഏജൻസികളുടെ ഏജന്റ് ആയിട്ടുള്ള ആളുകളുടെ, ഗവൺമെന്റ് സർവീസുകളല്ല, ഗവൺമെന്റിന്റെ ഇതര സർവീസുകളായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഏജന്റ് ലോഗിൻ ഐഡികൾ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള ക്വിക്ക് ഷോർട്ട് കട്ടുകൾ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കമ്പനിയുടെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ മാത്രം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നായ ഒരു ചാറ്റ് ബോട്ട് ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട് ഈ ചാറ്റ് ബോട്ടിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക. ഒരാൾ പറയാണ് നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. സോ അതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ചാറ്റ് ബോട്ടിന്റെ പ്രത്യേകത. കേരളത്തിലെ ഒരു കമ്പനിയും നിങ്ങൾക്ക് ഇതുപോലെ ഒരു മംഗ്ലീഷ് സപ്പോർട്ട് ചെയ്യുന്ന ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചില കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ എഐയുടെ, അതായത് അവരുടെ എഐയുടേതായിട്ടുള്ള റിസൾട്ട് ഒരിക്കലും അക്യുറേറ്റ് അല്ല. പക്ഷെ ഇതിൽ തരുന്ന റിസൾട്ട് എന്നുള്ളത് പക്ക ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഞങ്ങൾ തരുന്നത്. അത് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് വായിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ഡാഷ്ബോർഡിലുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്നുള്ളത്. ഇനി ഇവിടെ ഇടതു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് മെനു ഉണ്ട്. നിങ്ങൾക്ക് നോർമൽ വ്യൂവിൽ വേണമെങ്കിൽ അങ്ങനെ കാണാം. ഇവിടെ സർവീസ് എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് കാണാം. സർവീസ് എന്നുള്ള സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ നേരത്തെ ഇവിടെ കണ്ട 615 സർവീസുകൾ കൃത്യമായിട്ട് ഇവിടെ ഓരോന്നും ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സർവീസുകളും ഇതുപോലെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ
കാണാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി വൈസ് ചെയ്ത് കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്, ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്, പാൻ കാർഡ് ആധാർ സംബന്ധമായത്, എഡ്യൂക്കേഷൻ സംബന്ധമായത്, മോട്ടോർ സർവീസ് സംബന്ധമായത്, അതേഴ്സ് എന്നുള്ള കാറ്റഗറി വെച്ചിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓരോ സർവീസുകളും സെർച്ച് ചെയ്യാനുള്ള ഫംഗ്ഷനും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, ഇന്ന സർവീസ് നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഏത് സൈറ്റിൽ പോയി ചെയ്യുമെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയുകയാണ് ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ സോ അത് എന്താണ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫിൽട്ടർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫോമുകൾ കാര്യങ്ങൾ വേണമെങ്കിൽ അതിവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫംഗ്ഷനും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ പറയുന്ന എത്ര സർവീസുകൾ അവൈലബിൾ ആണോ അതിന്റെ എല്ലാം തന്നെ കൃത്യമായിട്ട് ഇതുപോലെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ തവണയും ഞങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ട് പുതിയ പുതിയ സർവീസുകൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സർവീസ് സെക്ഷന്റെ പ്രത്യേകത എന്നുള്ളത്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് എന്നുള്ള ഐക്കൺ കാണാം. ഫേവറേറ്റ് ഐക്കൺ ലിസ്റ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് സർവീസുകൾ കാണാം. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എംപ്റ്റി ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഫേവറേറ്റ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഏകദേശം 600 സംതിങ് സർവീസുകൾ ഇപ്പൊ നിലവിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാ സർവീസുകളും എല്ലാ സമയത്തും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് സ്ഥിരമായിട്ട് വരുന്ന സർവീസുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർവീസിന് സമീപത്തായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ഹെയർട്ട് ഐക്കൺ അല്ലെങ്കിൽ ലവ് ഐക്കൺ കാണാൻ സാധിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു സർവീസ് നമ്മുടെ ലിസ്റ്റിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും. കേരളത്തിലെ ഒരു കമ്പനിയും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഫേവറേറ്റ് ലിസ്റ്റ് കാണിക്കാനുള്ള സൗകര്യം ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്തായിട്ടൊരു ടൂളാണ്. ആ ടൂളിലേക്ക് വരുന്നതിന് മുന്നേ മറ്റു ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അടുത്തായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ WS സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സമയത്തും ഓപ്പൺ ആയിട്ട് വരുന്ന സ്കീമുകൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വാട്സപ്പുകൾ സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ കാറ്റഗറി വൈസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ ഈ സ്റ്റാറ്റസ് ആണ് കാണേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലോഗോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ ഒരു ലോഗോ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ആ ലോഗോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ആ ലോഗോ റിമൂവ് ചെയ്തു. ഇനി വ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോഗോ കാണാനായിട്ട് പറ്റില്ല. അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ലോഗോ അപ്ലോഡ് ചെയ്തു. നമുക്ക് ആ ഒരു ലോഗോ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ലോഗോ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാനും സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ലോഗോ വേണമെങ്കിൽ ലോഗോ വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി എല്ലാ ലോഗോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് കസ്റ്റമർ കെയറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡിസൈൻ ലോഗോ ചെയ്ത് തരുന്നതുമാണ്. ഓക്കെ, അതാണ് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ സെക്ഷൻ എന്നുള്ളത്. അപ്പൊ ഇത് ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന സെക്ഷനുകളാണ്. ഇത് ലിമിറ്റഡ് അല്ല, ഇത് എല്ലാ സമയത്തും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം 5 വെച്ചും 10 വെച്ചൊക്കെ അല്ലെങ്കിൽ 2 3 ഒക്കെ വെച്ചിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന സെക്ഷനാണ്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് വീഡിയോ സെക്ഷൻ. വീഡിയോസ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് സർവീസുകളുടെ വീഡിയോസ് കൃത്യമായിട്ട് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി വൈസ് ചെയ്ത് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെന്താണെന്നുള്ളതും ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യവും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും മറ്റൊരു കമ്പനിയും ചെയ്യാത്ത അത്രയും നല്ല ഒരു ഫീച്ചറാണ്. ഈ ലോകം ജനസേവാ കേന്ദ്രം മാത്രം നൽകുന്ന ഒരു ഫീച്ചറാണ്. അടുത്ത സെക്ഷനാണ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ആപ്ലിക്കേഷൻ ഫോമുകൾ. ഡാഷ്ബോർഡിൽ നിങ്ങൾ ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നു 312 ആപ്ലിക്കേഷൻ ഫോമുകളുണ്ട്. സോ ആ 312 ആപ്ലിക്കേഷൻ ഫോമുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇതും ലിമിറ്റഡ് അല്ല, എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഫോമുകളാണ്.
ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോമുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ കാറ്റഗറി വൈസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിക്കാനും ഞങ്ങളുടെ പോർട്ടൽ കൃത്യമായിട്ടുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. മറ്റുള്ള കമ്പനികളുടെ പോർട്ടലിൽ ഫോം സൗകര്യം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് കളക്ഷൻസ് ഉള്ള ഫോം ഒന്നും ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്തതാണ് സോഫ്റ്റ്വെയർ സെക്ഷൻ എന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ചെയ്തെടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്താണ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. പുതുതായിട്ടുള്ള എന്തെങ്കിലും സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ കമ്പനി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് വാട്സപ്പിൽ കൊടുക്കാം. റീഡ് മോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാനുള്ള സൗകര്യവും ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ലെഡ്ജർ സെക്ഷൻ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടൂൾസിലേക്ക് വരാം. ഇവിടെ ടൂൾസ് എന്നുള്ള ഭാഗത്ത് കൊടുത്തിട്ട് കസ്റ്റമർ മാനേജ്മെന്റ് എന്നുള്ള ടൂൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമറിന്റെ ഡീറ്റെയിൽസുകൾ സേവ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യമാണ്. അവരുടെ ഡാറ്റകൾ, അതായത് ആഡ് കസ്റ്റമർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ പേര്, ഇമെയിൽ, മൊബൈൽ നമ്പർ, അവരെന്ത് തരത്തിലുള്ള അപേക്ഷയാണ് നിങ്ങളുടെ അടുത്ത് കൊടുത്തത്, അവരുടെ അപേക്ഷ നമ്പർ എത്രയാണ്, അപേക്ഷ ഡേറ്റ് എപ്പോഴാണ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമറിന് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. അടുത്താണ് ഇൻവോയ്സ് പ്രിന്റ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള ബില്ല് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിന്റ് ഇൻവോയ്സ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇൻവോയ്സ് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ നൽകുന്നുണ്ട്. അടുത്താണ് റെസ്യൂമെ മേക്കർ എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വരികയാണ്, റെസ്യൂമെ അല്ലെങ്കിൽ CV ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് ഈ വ്യക്തിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റെസ്യൂമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ 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 സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് ഓരോ ഭാഗങ്ങളും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ആഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ആവശ്യമുള്ള റെസ്യൂമെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് ആസ് റെസ്യൂമെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു PDF ഫയല് നിങ്ങൾ എത്രത്തോളം ഫയലുകൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അത് വെച്ചിട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ അടുത്ത പ്രത്യേകതയാണ് ബയോഡാറ്റ മേക്കർ. അതും ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ട റെസ്യൂമെ പോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ബയോഡാറ്റ നിർമ്മിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സൗകര്യം ഞങ്ങളുടെ കമ്പനി ഒരുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ ആവശ്യത്തിലേക്കുള്ള കുറച്ച് PDF-ന്റെ ടൂളുകൾ കാര്യങ്ങൾ, PDF എഡിറ്റർ, PDF മെർജർ, PDF പേജ് അറേഞ്ചർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതാണ് പാസ്വേഡ് മാനേജർ. അതുപോലെ തന്നെ പാസ്വേഡ് മാനേജർ എന്നുള്ളതും ഈ പറയുന്ന രീതിയിൽ നേരത്തെ കസ്റ്റമർ മാനേജ്മെന്റ് സെക്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡും ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓരോ കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ഓരോ സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇതുപോലെ സേവ് ചെയ്ത് കൊടുക്കാനും ഈ ഒരു പാസ്വേഡ് മാനേജർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോ റീസൈസർ, പ്രിന്റ് ഡോക്യുമെന്റ്, ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസുകൾ മറ്റൊരു കമ്പനിയും നൽകാത്ത തരത്തിലുള്ള ഫംഗ്ഷൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡാഷ്ബോർഡിനകത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ പോർട്ടൽ ലോഗിനകത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്പനിയുടെയും ലോഗിൻ ID ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100 അല്ല 1000 ഉറപ്പോടുകൂടി 1000% ഉറപ്പോടുകൂടി പറയാൻ സാധിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഒരു സർവീസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു സർവീസിന്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്കുള്ള ലിങ്ക് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എടുക്കാനുള്ള സൗകര്യം കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കമ്പനിയെ പറ്റിയിട്ടുള്ള ഏകദേശമായിട്ടുള്ള പോർട്ടലിന്റെ ഒരു മെത്തേഡ് എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ്. വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട്, കോൾ സപ്പോർട്ട് കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഞങ്ങളുടെ ജനസേവാ കേന്ദ്രം എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈലോകം ജനസേവ.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇവിടെ ഞങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഫീസ് എത്രയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.